പുതിയ ട്രാക്കുകൾ കൂടി പ്രവർത്തന സജ്ജമായതോടെ ദുബായിലെ ആകെ സൈക്ലിംഗ് പാതകളുടെ നീളം 636 കിലോമീറ്ററായി ഉയർന്നു. 2024 അവസാനം 560 കിലോമീറ്ററായിരുന്നു സൈക്കിൾ പാതകളുടെ നീളം. 2030-നകം നഗരത്തിലുടനീളം 1000 കിലോമീറ്റർ സൈക്കിൾ പാതയെന്ന ലക്ഷ്യത്തിലേക്കാണ് ദുബായ് അതിവേഗം ചുവടുവെക്കുന്നത്. നിലവിലുള്ള പ്രധാന ട്രാക്കുകളെ തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാതകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അൽ ഖബനീജ് മുതൽ അൽ മംസാർ ബീച്ച് വരെയും അൽ ബർഖ മുതൽ സെയ്ഖ് അൽ സലാം വരെയും ട്രാക്കുകൾ പരസ്പരം ബന്ധിപ്പിച്ചു. DAFC മുതൽ ജുമേറ വരെയുള്ള പാതകളും ഇതോടെ പൂർണ്ണമാകും. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് പ്രധാന റോഡുകൾക്ക് മുകളിലൂടെ സൈക്കിൾ പാലങ്ങളും നിർമ്മിക്കുന്നുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, ദുബായ് അലൈൻ റോഡ്, ഷെയ്ഖ് സായിദ് റോഡ്, അൽ ഖൈൽ റോഡ് എന്നിവിടങ്ങളിലെ കൂറ്റൻ സൈക്കിൾ പാലങ്ങൾ ഈ വർഷം 2ാം പാദത്തോടെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സുസ്ഥിര ഗതാഗത സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ലോകത്തിലെ മികച്ച 100 സൈക്കിൾ സൗഹൃദ നഗരങ്ങളിൽ ദുബായ് ഇടം പിടിച്ചതായി RTA വ്യക്തമാക്കി. കോപ്പൻഹേഗനൈസ് ഇൻഡെക്സിൽ ഇടം നേടുന്ന മിഡിൽ ഈസ്റ്റിലെ ആദ്യ നഗരമെന്ന സ്ഥാനവും ഇതോടെ ദുബായ് സ്വന്തമാക്കി. താമസ ഇടങ്ങളെ മെട്രോ സ്റ്റേഷനുകളുമായും ബസ് സ്റ്റേഷനുകളുമായും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഭൂരിഭാഗം ട്രാക്കുകളും നിർമ്മിക്കുന്നത്. വ്യായാമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി സൈക്ലിങ്ങിനെ ആശ്രയിക്കുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും ഈ സൗകര്യങ്ങൾ വലിയ ആശ്വാസമാണ്. ഹെസ സ്ട്രീറ്റിൽ മാത്രം 13.5 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പുതിയ ട്രാക്ക് 12 പ്രധാന കേന്ദ്രങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. മണിക്കൂറിൽ 5200 പേർക്ക് ഈ പാതയിലൂടെ യാത്ര ചെയ്യാനാകും. റിപ്പോർട്ടർ, ദുബായ്.